നമസ്കാരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൂന്നാമത്തെ അന്തർവാഹിനിയായ അരിതമൻ നാവികസേനയുടെ ഭാഗമാകാൻ തയ്യാറായിരിക്കുകയാണ്. നൂതന ശേഷികളോടുകൂടിയ ഈ അന്തർവാഹിനി ഇന്ത്യയുടെ നാവികശക്തി ഉയർത്താൻ പര്യാപ്തമായ ആണവ അന്തർവാഹിനിയാണ്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് അരിതമൻ ഉടൻ കമ്മീഷൻ ചെയ്യുമെന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. നിലവിൽ ഈ അന്തർവാഹിനി സേനയുടെ ഭാഗമാകുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണങ്ങളിലാണ്. ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയുന്നതും ഏറെ നാൾ സമുദ്രത്തിനടിയിൽ തന്നെ നിലയുറപ്പിക്കാൻ ശേഷിയുള്ളവയുമാണ് ആണവ അന്തർവാഹിനികൾ. ഇവയ്ക്ക് ശബ്ദം കുറവാണ് എന്നതിനാൽ തന്നെ അവ കണ്ടെത്താനും പ്രയാസമാണ്. ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന അന്തർവാഹിനിയാണ് അരിതമൻ. അരിതമൻ എന്ന വാക്കിന്റെ അർത്ഥം ശത്രുവിനെ നശിപ്പിക്കുന്നത് എന്നാണ്. ഈ പേരിനോട് ചേർന്ന് നിൽക്കും വിധമുള്ള ശേഷികളും കരുത്തുമാണ് അരിതമൻ അന്തർവാഹിനിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ ശേഷിയുണ്ട് എന്നതാണ് അരിതമൻ അന്തർവാഹിനിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. അന്തർവാഹിനിയിൽ നിന്നും നേരിട്ട് മിസൈൽ പ്രയോഗിക്കാൻ കഴിയുന്ന വെർട്ടിക്കൽ മിസൈൽ ട്യൂബ്സും അരിതമനിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. സ്വദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വളർച്ചയുടെ തെളിവ് കൂടിയാണ് ഈ അന്തർവാഹിനി. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലാണ് INS അരിതമാൻ നിർമ്മിച്ചത്. ഇതിന്റെ ഡിസൈൻ, ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്ന റിയാക്ടർ, മിസൈൽ ട്യൂബുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഘടകങ്ങളുടെ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചതാണ്. അതിനാൽ തന്നെ അരിതമാൻ പൂർണ്ണമായും സ്വദേശീയ സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ നേട്ടമാണ്. ആണവ പോർമുന വഹിക്കാൻ കഴിവുള്ള K-15 സാഗരിക, K-4 സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്നിവയാണ് അരിതമനിലെ പ്രധാന ആയുധങ്ങൾ. എതിരാളികളുടെ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവ തകർത്തു തരിപ്പണമാക്കാൻ 533 mm ടോർപിഡോകളും അരിതമനിൽ സജ്ജീകരിക്കും. ഇത്തരം സവിശേഷതകളാൽ കടലിലെ കരുത്തനായ പോരാളി എന്ന് അരിതമൻ ആണവ അന്തർവാഹിനിയെ വിശേഷിപ്പിക്കാനാകും. അരിതമനിലെ പ്രധാനപ്പെട്ട ആയുധമായ K-15 സാഗരിക മിസൈലിന് 700 കിലോമീറ്റർ പ്രഹരപരിധിയാണുള്ളത്. മറ്റൊരു ശ്രദ്ധേയ ആയുധമായ K-4ന് 3500 കിലോമീറ്റർ ആക്രമണ പരിധിയാണുള്ളത്. ഇത് അരിഹന്ത് ക്ലാസ് എന്ന അറിയപ്പെടുന്ന അന്തർവാഹിനികളുടെ ഗണത്തിലെ മൂന്നാമത്തെ മോഡലാണ്. INS അരിഹന്ത്, INS അരിഘാത് എന്നിവയാണ് ഇതിനു മുൻപ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ആണവ അന്തർവാഹിനികൾ. INS അരിഹന്ത്, INS അരിഘാത് എന്നീ അന്തർവാഹിനികൾക്കൊപ്പം അരിതമാൻ കൂടി വരുന്നതോടെ ഈ പരമ്പര കൂടുതൽ ശക്തമാകും. മറ്റ് ആണവ അന്തർവാഹിനികളായ അരിഹന്ത്, അരിഘാത് എന്നിവയെ അപേക്ഷിച്ച് അരിതമന് കൂടുതൽ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. 24 സാഗരിക മിസൈലുകൾ, 8 K-4 മിസൈലുകൾ എന്നിവയാകും അരിതമനിലുണ്ടാകുക. ഇത്തരം മിസൈലുകൾ വിക്ഷേപിക്കാനായി 8 വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേസമയം അരിഹന്ത്, അരിഘാത് എന്നിവയിൽ 4 വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. 7000 ടൺ ഭാരമുള്ള അന്തർവാഹിനിയാണ് അരിതമാൻ. മണിക്കൂറിൽ 28 കിലോമീറ്റർ പരമാവധി വേഗതയിൽ സമുദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ ഈ അന്തർവാഹിനിക്കാകും. അതേസമയം സമുദ്രാന്തർഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ 44 കിലോമീറ്റർ വേഗതയാണ് ഇതിനുള്ളത്. 2021 അരിതമൻ ആദ്യമായി നീറ്റിലിറക്കിയത്. അന്നു മുതൽ കഠിനവും സൂക്ഷ്മവുമായ ഒട്ടനേകം സമുദ്ര പരീക്ഷണങ്ങളിലൂടെയാണ് അരിതമൻ കടന്നുപോയത്. സമുദ്രത്തിന്റെ ആഴത്തിൽ ഒളിഞ്ഞിരുന്ന് രാജ്യത്തിനെതിരെ വന്നേക്കാവുന്ന ഭീഷണികൾക്കെതിരെ ആഞ്ഞടിക്കാൻ പ്രാപ്തമായ ഈ അന്തർവാഹിനി ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ രംഗത്തെ ഒരു വലിയ ചുവടുവയ്പ്പാണ്. ഭീഷണികൾ പതിയിരിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷയ്ക്കും ആധിപത്യത്തിനും അരിതമൻ ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യും. ഈ ആണവ അന്തർവാഹിനി സേനയുടെ ഭാഗമാകുന്നതോടെ ആഗോള ആണവ പ്രതിരോധ രംഗത്ത് ഇന്ത്യ ശക്തമായ രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടും. വാർത്തയുടെ നിറം തേടി തനിനിറം.